ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ആലിയ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് ബൈൻഡിങ് ആണ് guys. അപ്പം നമുക്ക് ഇത് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് നോട്ടീസാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇത് മടക്കുക. നമുക്ക് ഒന്നായിട്ടല്ല, അപ്പോൾ ഗായ്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് A4 കൊണ്ട് എങ്ങനെ അല്ല A4 അല്ല ഈ നമ്മുടെ നോട്ടീസ് കൊണ്ട് എങ്ങനെ ബുക്ക് ബൈൻഡിങ് ചെയ്യാം. ഇതിൻ്റെ പുറവശത്ത് നമ്മൾ ചാർട്ട് പോലെ ഇറങ്ങുന്ന. അപ്പോൾ നമുക്ക് ഇത്രയും ഇത് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഇത്രയും വെച്ചോണ്ട് പായി നമുക്ക് കട്ടി ആവശ്യത്തിനുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. കളയാൻ പറ്റും. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്യും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Guys, നമുക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ കട്ട് ചെയ്തിട്ടായിക്കൊണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് മടക്കുന്നു. ഇച്ചിരി ഞാൻ ഒരു സ്മോൾ ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള വലുതാണ്, പക്ഷേ ഇപ്പം തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്മോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്ത് വരുമ്പോൾ ഇതിനേക്കാൾ സ്മോളാകുമ്പോൾ എന്തായാലും ഞാൻ കണ്ടറിയാം. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു നൂല് കോർക്കൽ ചടങ്ങ്. നമ്മൾ തുമ്പ് കട്ട് ചെയ്യണം. നമ്മൾ നൂല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടാം. കട്ട് ചെയ്ത് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ നൂല് നമുക്കിത് കോർക്കേണ്ടതാണ്.
ഞാൻ നടുക്ക് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇവിടുന്ന് കയറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കയറ്റുന്നത്. ഇവിടുന്ന് നമുക്ക് ഇപ്പോഴത്തെ സ്ഥലത്ത് ഞാൻ നോക്കി ജസ്റ്റ് നോക്കി നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ അതേപോലെ നമുക്ക് ചെയ്യാം. പിന്നെ ഓർക്കുന്നത് ജസ്റ്റ് അത് കട്ടുക. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഈ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഈ ആ നടുക്കത്തെ സൈഡിൽ ഒന്നുകൂടെ കുത്തു കൊടുക്കണം. നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ആദ്യം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കൈ കണ്ടു മുന്നോട്ട് നമ്മൾ വേണ്ട അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കുത്തണം. ഇത് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് കുത്തുമ്പോൾ നടുക്കുന്ന് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫുൾ പൊസിഷൻ നമ്മളിവിടെ ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ ഈ നടുക്കൂടെ വീണ്ടും കുത്താം. നമ്മൾ നടുക്കൂടെ കുത്തി കയറുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒറ്റയൊരു കാര്യം ഇവിടെ നിന്നത് കൂടെ അത് ചെറിയ മിസ്റ്റേക്കാണ്. ഇനി ഇവിടെ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ നമ്മൾ എന്നിട്ട് ചെയ്യേണ്ട ഇങ്ങനെ ഈ ഒരു വലുത് നമ്മൾ ജസ്റ്റ് ഒരു തയ്യൽ പോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കെട്ടൽ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കോർത്തോണ്ടിരിക്കുകയാണ്. കോർത്ത് കഴിഞ്ഞ് നമുക്ക് ഇത്രയാണ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗൈസ് ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ ഇവിടെ ചെറിയൊരു കെട്ട് നിർബന്ധമൊന്നുമില്ല ഗൈസ്. ഞാൻ കെട്ടി നമ്മളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ബുക്കാണൊക്കെയാണ് ഇങ്ങനെ ആക്കുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഗൈസ്, ഇത് മിനി ബുക്കാണ്. കണ്ടിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത ഗൈസ് നമ്മൾ തുണിൻ്റെ ഈ ഒരു ഭാഗവും ഇവിടെയും കട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിംഗ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ചെണ്ടൻ ഇവിടാണ് ഈ ഒരു സൈഡ് ഗൈസ് നമുക്ക് കട്ട് ചെയ്ത് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇത് നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡാണ് ഗൈസ്.
ഇത് ബ്ലേഡ് നമ്മൾ ബ്ലേഡ് വാങ്ങാൻ വാങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ നമ്മളാണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബൈൻഡ് കട്ട് ചെയ്ത് ഇതേപോലത്തെ ബൈൻഡാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നത്. എന്തായാലും നമുക്ക് ബൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവിന് എടുക്കണം. ബൈൻഡ് നമ്മൾ അളവ് നമ്മൾ അളവ് പെൻസിൽ വേണം ഗൈസ്. ആദ്യം നമ്മളൊരു പെൻസിൽ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചൊരു അളവിട്ട് കൊടുക്കാം. പക്ഷെ നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡ് കട്ട് ചെയ്തിട്ട് വേണം. നമ്മൾ 2 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കുന്ന കാര്യം നോക്കാം. ഇത് നമ്മളെ സാധാ പശയല്ലേ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. നമ്മൾ വേറെ പശ ഇതിനെ ഒരു സ്റ്റിക്ക് ഇട്ടാണ്. എന്നിട്ട് നമുക്ക് തേക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ പശയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തുണിയാണ്. ഈ തുണിയെന്ന് വെച്ചാൽ തുണി പോലെയാണ്. ഇത് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പേരാണ് കാലിക്കോ തുണി. അപ്പോൾ നമുക്കിത് അളവെടുക്കണം. അപ്പോൾ അളവെടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കണം. നമ്മൾ ആ പശ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ പേപ്പറും വെച്ച് നമുക്ക് ഇത് ഫുള്ള് പൊതിയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇതാണ് ആ ബുക്ക്. ഇതിൻ്റെ ഫുൾ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോകുമ്പോൾ വേണ്ട. പിന്നെ